ഹലോ മൈ ഡിയർ സോൾസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മിറ്റ ടാറോട്ട്. സോ ഇന്നത്തെ നമ്മുടെ റീഡിംഗ് എന്ന് പറയുന്നത്, എന്തിനാണ് ആ വ്യക്തി നിങ്ങൾ ലൈഫിലേക്ക് വന്നത്, അതേപോലെ തന്നെ നിങ്ങൾ എന്തിനാ വ്യക്തി കണ്ടുമുട്ടി, ആ വ്യക്തി നിങ്ങളെ കണ്ടുമുട്ടിയ സമയത്ത് എന്താണ് അവർക്ക് തോന്നിയത് എന്ന കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. ഇന്ന് നമ്മൾ 2 കാർഡ്സ് വെച്ചിട്ടാണ് റീഡ് ചെയ്യാൻ പോകുന്നത്. സോ നിങ്ങൾക്ക് അതുകൊണ്ട് കൂടുതൽ ക്ലാരിറ്റിയും കാര്യങ്ങളും കിട്ടും. പിന്നെ ഇത് ടൈംലെസ് റീഡിംഗ് ആണ്, ജനറൽ റീഡിംഗ് ആണ്. നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് നിങ്ങൾ കണക്റ്റ് ആവുന്നുണ്ടെങ്കിൽ മാത്രം, ഈ ഒരു വീഡിയോ നിങ്ങൾ ബാക്കിയും തുടർന്ന് കാണുക. പിന്നെ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് എടുക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് പേഴ്സണലി മെസ്സേജ് ചെയ്യുക. സോ ആദ്യം നമുക്ക് നോക്കുന്ന കാര്യം, നിങ്ങൾ ആ വ്യക്തിയെ എന്തിന് കണ്ടുമുട്ടി, നിങ്ങൾ ലൈഫിലേക്ക് ആ വ്യക്തി എന്തിനാണ് വന്നത്. സോ നമുക്ക് നോക്കാം. ഏഞ്ചൽസ് പ്ലീസ് ഗൈഡ് മൈ. സോ ആ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് എന്തിനാണ് കടന്നു വന്നത്, നിങ്ങൾ ആ വ്യക്തിയായിട്ടുള്ള കണക്ഷൻ എന്താണ്. സോ ആ വ്യക്തി കണ്ടുമുട്ടേണ്ട കാര്യം, സോ കാർഡ്സ് തന്നെ പറയുകയാണ്, നമ്മുടെ അടുത്ത് കുറച്ചും കൂടി ഇൻഫർമേഷൻ എടുക്കാൻ വേണ്ടി പറയണം. സോ നമുക്ക് കുറച്ചുകൂടി ക്ലാരിറ്റി നോക്കാം. സോ നിങ്ങളുടെ കണക്ഷൻ എനിക്ക് തോന്നുന്നു ഭയങ്കര ഡീപ്പായിട്ടൊരു കണക്ഷൻ ആണ്. സോ നിങ്ങൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ അറിയേണ്ടതായിട്ടുള്ള പല ഹിഡൻ ആയിട്ടുള്ള കാര്യങ്ങളും നിങ്ങൾ ഇന്ന് ഈ വീഡിയോയിലൂടെ അറിയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. സോ ഐ എം റിയലി സോറി, നിങ്ങളിന്ന് അറിയാനുള്ള ചാൻസ് വളരെ ലോ ആണ് കേട്ടോ. ഈ ഒരു വീഡിയോയിലൂടെ ഏഞ്ചൽസ് പോലും തടഞ്ഞു വെച്ചേക്കുവാണ് നിങ്ങളെ. ഇത് നിങ്ങളുടെ റൈറ്റ് ടൈം അല്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടുള്ള റൈറ്റ് ടൈം ആയിട്ടില്ല. നിങ്ങൾ ആ വ്യക്തിയെക്കുറിച്ചോ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചും ഒക്കെ അറിയാനുള്ള ഒരു ടൈം ആയിട്ടില്ലെന്നാണ് ഏഞ്ചൽസ് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് നോക്കാം. ഈ റീഡിങ്ങിൽ നിന്ന് നമുക്കിന്ന് ഒരുപാട് ക്ലാരിറ്റി കിട്ടാനുള്ള ചാൻസ് വളരെയധികം ലോ ആണ്. സോ ആരും വിഷമിക്കുകയൊന്നും ചെയ്യരുത്, കാരണം ഇത് നമ്മുടെ കയ്യിലുള്ള കാര്യമല്ല. സോ നമുക്ക് നോക്കാം. ദെൻ ഈ ഒരു കാര്യത്തിൽ നിങ്ങൾ തമ്മിലുള്ള ഒരു കണക്ഷൻ ഏത് ടൈപ്പുള്ള കണക്ഷൻ ആണെന്നുള്ളത് നിങ്ങൾ ഇന്ന് അറിയണ്ട കേട്ടോ. സോ അത് നമുക്ക് വേറൊരു വീഡിയോയിൽ നമുക്ക് ചെയ്ത് നമുക്ക് നോക്കാം. ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങൾ അറിയാതിരിക്കുന്നതാണ് നല്ലത്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇൻ ദ നിയർ ഫ്യൂച്ചർ എന്ന കാർഡ് വന്നിട്ടുണ്ട്. സോ വരുന്ന ഒരു ടൈം പീരീഡ് മാത്രം നിങ്ങൾ അറിഞ്ഞാൽ മതി. ഈ ഒരു വ്യക്തിയായിട്ടുള്ള കണക്ഷൻ എന്താണെന്ന് നിങ്ങൾ അറിഞ്ഞാൽ മതി. നിങ്ങളിപ്പോൾ അതിനുള്ള ഒരു ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ എന്തെങ്കിലും റോങ് ആയിട്ടുള്ള കാര്യം ആ കാര്യത്തിൽ ചെയ്തേക്കാം. ചിലപ്പം നേരെ റിവേഴ്സ് ആയിട്ടുള്ള കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങൾ ചെയ്യാൻ വേണ്ടി ചാൻസ് ഉണ്ട്. സോ നിങ്ങളുടെ വ്യക്തി എന്ന് പറയുന്നത് ഉറപ്പായിട്ടും ഈ ഒരു വ്യക്തിയെ നിങ്ങൾ ലൈഫിലേക്ക് കൊണ്ടുവന്നത് ഏഞ്ചൽസ് തന്നെയായിരുന്നു. ഏഞ്ചൽസ് ആയിരുന്നു നിങ്ങളിലേക്ക് ഈ വ്യക്തിയെ കണ്ടുമുട്ടാനുള്ള ചാൻസ് ഉണ്ടാക്കി തന്നതും. നിങ്ങൾ ലൈഫിലേക്ക് ഈ വ്യക്തി വരാൻ ഏറ്റവും കൂടുതൽ കാരണമായത് ഏഞ്ചൽസ് തന്നെയായിരുന്നു. സോ ഏഞ്ചൽസ് ഇടപെട്ടിട്ടുള്ള ഒരു റിലേഷനാണ് നിങ്ങളുടെ ഈ ഒരു റിലേഷൻ എന്ന് പറയുന്നത്. സോ അതേപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻ വളരെ ഹാപ്പി ആയിട്ടുള്ള റിലേഷൻഷിപ്പാണ്. സോ നിങ്ങളുടെ കണക്ഷൻ എന്താണെന്നുള്ളത് എനിക്ക് കിട്ടിയിട്ടുണ്ട്. സോ ഇന്ന് ഏഞ്ചൽസ് തന്നെ എന്നെ മുടക്കി വെച്ചേക്കുവാണ് നിങ്ങളായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിൻ്റെ കാര്യങ്ങൾ പൂർണ്ണമായിട്ടും പറയാതിരിക്കാൻ വേണ്ടിയിട്ട്. സോ അതുകൊണ്ട് എനിക്കിന്നും പറയാൻ പറ്റില്ല. നമ്മുടെ റീഡിങ് വളരെ ഷോർട്ട് റീഡിങ് ആവാനുള്ള ചാൻസും ഉണ്ട്. പിന്നീടെന്ന് പറയുന്നത്, നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് വളരെയധികം അട്രാക്റ്റ് ആയിട്ടുണ്ട്. അത് ഫിസിക്കലി തന്നെയാണ് അട്രാക്റ്റ് ആയിരിക്കുന്നത്. അതൊരു ജെന്യൂൻ ആയിട്ടുള്ളൊരു അട്രാക്ഷൻ ആണോ എന്ന് ചോദിച്ചാൽ ഉറപ്പായിട്ടും അല്ല. ഈ വ്യക്തി നിങ്ങളുടെ സ്നേഹം കണ്ട് നിൽക്കുകയൊന്നും അല്ല. നിങ്ങൾ ഫിസിക്കൽ നീഡ്സിന് വേണ്ടിയിട്ട് മാത്രം, അവർക്ക് ആ ഒരു കാര്യത്തിന് വേണ്ടി മാത്രമാണ് അവർ നിങ്ങളിലേക്ക് നിൽക്കുന്നത്. നിങ്ങൾ വിചാരിക്കും നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടാണ്, ഇഷ്ടം കൊണ്ടാണ്, എന്നെ ആത്മാർത്ഥമായിട്ട് മനസ്സിലാക്കിയത് കൊണ്ടാണെന്നൊക്കെ നിങ്ങൾക്ക് തോന്നും. പക്ഷെ ഒന്നുമല്ല. നിങ്ങൾ വിചാരിക്കുന്നതൊക്കെ തെറ്റാണ്. ആ വ്യക്തി നിൽക്കുന്നത് അതുകൊണ്ടൊന്നുമല്ല. ആ വ്യക്തി നിൽക്കുന്നതിന് ഒറ്റ
ഒറ്റ കാരണമേ ഉള്ളൂ. ആ കാരണം എന്ന് പറയുന്നത് നിങ്ങൾ ഫിസിക്കലി അവർ നിങ്ങളിലേക്ക് അട്രാക്റ്റാണ്. ഫിസിക്കൽ അട്രാക്ഷൻ ഒറ്റ റീസൺ കൊണ്ട് മാത്രമാണ് അവർ നിൽക്കുന്നത്. സോ ഈ സിറ്റുവേഷനെ നിങ്ങളാണ് ബാലൻസ് ചെയ്ത് നിർത്തിയിരിക്കുന്നത്. ഈ ഒരു റിലേഷൻഷിപ്പിനെ ബാലൻസ് ചെയ്ത് നിർത്തിയിരിക്കുന്നത് നിങ്ങൾ മാത്രമാണ്. നിങ്ങൾ ഈ റിലേഷനെ ഈ വ്യക്തി കണ്ടുമുട്ടാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് നിങ്ങൾ റിലേഷൻഷിപ്പിൻ്റെ ആ ഒരു കണക്ഷൻ തന്നെയാണ് ആ വ്യക്തി കണ്ടുമുട്ടാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത്. സോ പിന്നീടുള്ളൊരു കാര്യമെന്ന് പറയുന്നത് അവർ നിങ്ങളെ കണ്ട സമയത്ത് നിങ്ങളുടെ ബോഡി കണ്ട്, നിങ്ങളുടെ ലുക്ക് കണ്ട്, നിങ്ങളുടെ ഒരു സൗന്ദര്യം കണ്ട് അവർ അട്രാക്റ്റ് ആയതാണ്. ചിലപ്പോൾ ഇന്നത്തെ കാണുന്ന പലരും കുറച്ച് റിച്ച് ആയിട്ടുള്ള ആൾക്കാരായിരിക്കാം. സോ നിങ്ങളുടെ ആ ഒരു കാര്യങ്ങളൊക്കെ കണ്ടിട്ട് മാത്രമാണ് ആ വ്യക്തി നിങ്ങളിലേക്ക് അട്രാക്റ്റ് ആയത്. അവർക്ക് നിങ്ങളെക്കൊണ്ട് ചിലപ്പം പല ഉപകാരങ്ങളും ഉണ്ടാക്കാം. എൻ്റെ ഭാവിയിൽ എനിക്ക് ഈ ഒരു ആളെ സ്നേഹിച്ചാൽ എനിക്ക് കുറച്ച് നേട്ടങ്ങളൊക്കെ ഉണ്ടാവും. ഉറപ്പായിട്ടും ഉണ്ടാവും. ഓഫ് കോഴ്സ് നിങ്ങളെക്കൊണ്ട് അവർ ഒരുപാട് കാര്യങ്ങൾ നേടിയെടുത്തിട്ടുണ്ട്. ഇനി അവർ നേടിയെടുക്കാൻ വേണ്ടി നിങ്ങളടുത്ത് വരും. അതിനുവേണ്ടി മാത്രം അവർ വരും, മറ്റൊന്നിനും വേണ്ടിയിട്ടല്ല. നിങ്ങളുടെ അടുത്ത് അവർ വരാൻ പോകുന്നത് നിങ്ങളിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ, അവർക്ക് ഇനിയും ബാലൻസ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഈ ബാലൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് അവർ വരുന്നതാണ് നിങ്ങളുടെ അടുത്തേക്ക്. ഓക്കെ. സോ ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഒരു എക്സാക്റ്റ് ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് വേണ്ടി റിലേഷൻ അല്ല ഇത്. നിങ്ങൾ ഒരിക്കലും ഈ ഒരു വ്യക്തിയായിട്ട് നിങ്ങൾ റിലേഷൻഷിപ്പിലാവാൻ പാടില്ല എന്ന് ഏഞ്ചൽസാണ് നിങ്ങൾ ലൈഫിലേക്ക് ഒരു വ്യക്തി കൊണ്ടു തന്നെന്നുണ്ടെങ്കിലും നിങ്ങൾ റിലേഷൻഷിപ്പിലാവാനല്ല, ഒരു ക്യാഷ്വൽ ഫ്രണ്ട്ഷിപ്പിന് വേണ്ടി മാത്രമായിരുന്നു ഈ വ്യക്തി നിങ്ങൾ ലൈഫിലേക്ക് കൊണ്ടു തന്നത്. നിങ്ങൾ ഈ വ്യക്തിയായിട്ട് റിലേഷൻ ആവുന്നതിന് മുന്നേ നിങ്ങൾ നല്ല ഫ്രണ്ട്സ് ആയിരുന്നു. പക്ഷേ ഏഞ്ചൽസ് പല രീതിയിലും നിങ്ങൾക്ക് സയൻസും കാര്യങ്ങളും ഒക്കെ തന്നെ തരുന്നുണ്ടായിരുന്നു. ഈ വ്യക്തിയായിട്ട് നിങ്ങൾ ഒന്നും പാടില്ല, വ്യക്തിയായിട്ട് നിങ്ങൾ റിലേഷനിൽ സൂക്ഷിക്കണമെന്നുള്ള രീതിയിൽ എല്ലാ മെസ്സേജസും തരുന്നുണ്ടായിരുന്നു. മെസ്സേജ് തന്നിട്ട് നിങ്ങൾ ഒന്നും തന്നെ പരിഗണിച്ചില്ല. ഇത്രയും ഡയറക്റ്റായിട്ടുള്ള ഹിൻസും കാര്യങ്ങളും കിട്ടിയിട്ട് എന്തുകൊണ്ട് നിങ്ങളതൊന്നും ശ്രദ്ധിച്ചില്ല? അങ്ങനെ ശ്രദ്ധിക്കുന്നതുകൊണ്ടല്ലേ ഇപ്പം നിങ്ങൾ ഈ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു വന്നേ. നിങ്ങളെ വിഷമിക്കുകയല്ലേ? നിങ്ങൾക്ക് എന്താ പറയുക, ആരോടൊന്നും പറയാൻ പോലും പറ്റുന്നില്ല. കാരണം അവർ നിങ്ങളോട് അത്രയ്ക്കും വലിയ ചതിയാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. നിങ്ങളോട് തുടക്കത്തിൽ വന്ന് ഭയങ്കര സ്നേഹവും കാര്യങ്ങളും എല്ലാം കാണിച്ചിരുന്ന വ്യക്തിയെ അല്ല ഇപ്പം അവർ. എല്ലാ രീതിയിലും അവർ ചേഞ്ചായി. അവർ നിങ്ങളെ കണ്ട സമയത്ത് അവർക്ക് തൽക്കാലത്തേക്കുള്ള ഒരാൾ ലൈക്ക് ആ രീതിയിലാണ് അവർ. എനിക്കിത് ഇത്ര ഓപ്പണായിട്ട് പറയാൻ പറ്റുകയാണ്. ഇത് വീഡിയോസ് പലരും കാണുന്നതാണ്. അതുകൊണ്ട് അപ്പം ആ ഒരു രീതി മാത്രമാണ് അവർ നിങ്ങളെ പരിഗണിച്ചത്, നിങ്ങളെ കാണുകയും എല്ലാം ചെയ്തത്. പക്ഷെ നിങ്ങൾ നേരെ തിരിച്ചാണ് അവരോട് നിന്ന്. അവരെ കണ്ടപ്പോൾ ഇതെൻ്റെ വ്യക്തിയാണ്, ഇതാണ് ഞാൻ തേടിക്കൊണ്ടിരുന്ന ആൾ, ഇതാണ് എൻ്റെ റൈറ്റ് പേഴ്സൺ നിങ്ങൾ കണ്ടു വിശ്വസിക്കുക എല്ലാം ചെയ്തു. പക്ഷെ ഒരിക്കലും അല്ലായിരുന്നു. ഇതല്ലായിരുന്നു നിങ്ങളുടെ വ്യക്തി. നിങ്ങൾ വരായിരുന്ന വ്യക്തിയും കൂടെ ഈ ഒരു വ്യക്തി കാരണം തടയാണ് ചെയ്തത്. നിങ്ങളുടെ വ്യക്തിയെ പോലും നിങ്ങൾ വേണ്ടെന്ന് വെച്ചു. മനസ്സിലായിരുന്നു. നിങ്ങൾ അറിഞ്ഞില്ല നിങ്ങളുടെ റൈറ്റ് പേഴ്സൺ ഇനി വരാൻ വേണ്ടി കുറച്ച് ഒരു ടൈം പീരീഡ് മാത്രമേ ഉള്ളായിരുന്നു. നിങ്ങൾക്ക് അന്നേരം വരെ വെയിറ്റ് ചെയ്യാൻ കൂടി കഴിഞ്ഞില്ല. ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിനെ അത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്തു. സോ ലൈക്ക് ഇതിനകത്ത് ഒരുപാട് പേരുടെയും കാണുന്നത് നിങ്ങൾ ജസ്റ്റ് റിലേഷൻഷിപ്പ് ആയിരിക്കുന്നവരുടെ കാര്യം മാത്രമല്ല, മാരേജ് ആയിട്ടുള്ളവരുടെ ഒന്നും ഇതിനകത്ത് വരുന്നില്ല. സോ മാരീഡ് ആയിട്ടുള്ള ആരെങ്കിലും ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റെസണേറ്റ് ആവാൻ ചാൻസ് വളരെ കുറവാണ്. കാരണം മാരീഡ് ആയിട്ടുള്ളവരുടെ ഒരാളുടെയും കാര്യങ്ങൾ ഇവിടെ വീഡിയോയ്ക്കകത്ത് ഞാൻ കാണുന്നില്ല. അതൊന്നും തന്നെ എനിക്ക് മെസ്സേജ് ഇപ്പം അത് കിട്ടിയിട്ടുമില്ല. സോ ഈ ഒരു കാര്യത്തിൽ നിങ്ങളിപ്പം ആകെ ഒരു വലിയൊരു കുഴിയിലാണ് വീണിരിക്കുന്നത്. ഈ കുഴിയിൽ നിങ്ങളായിട്ട് സ്വയം പോയി ചാടിയതാണ്. എന്തിനാണ് നിങ്ങളായിട്ട് നിങ്ങളുടെ കുഴി ആക്കിയത്? അയാളോട്ടൊരു നല്ലൊരു സൗഹൃദത്തിൽ പോയിരുന്നെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് ഈ ഒരു സിറ്റുവേഷൻ വരത്തില്ലായിരുന്നു. ഇതിൽ നിന്ന് നിങ്ങൾ എങ്ങനെ റിക്കവർ ആവണമെന്ന് ചോദിച്ചാൽ ഇവിടെ ഏഞ്ചൽസ് തന്നെ അത് ഹിഡൻ ചെയ്ത് വെച്ചേക്കാണ്. തൽക്കാലം നിങ്ങളിപ്പം കൂടുതൽ ക്ലാരിറ്റി ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ പാടില്ല. കാരണം ഈ കാര്യങ്ങൾ കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ വിശ്വസിക്കാനുള്ള ചാൻസ് വളരെയധികം ലോ ആണ് ഏഞ്ചൽസിന് അറിയാം. അതുകൊണ്ടാണ് അവർ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ആദ്യം തന്നെ പല കാര്യങ്ങളും ഹിഡൻ ആക്കി വെച്ചേക്കുന്നത്. സോ ഞാൻ ഫൈനലായിട്ട് ഒരു കാർഡ് നിങ്ങളുടെ വേണ്ടിയിട്ട് എടുക്കാം. സോ ഏഞ്ചൽസ് നിങ്ങൾ മസ്റ്റായിട്ടൊന്ന് പ്രാർത്ഥിക്കുക. ഏഞ്ചൽസ് നിങ്ങൾക്ക് ഈ ഒരു കാര്യത്തിനകത്ത് എന്തെങ്കിലും ഒരു
നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങളൊന്ന് പ്രാർത്ഥിക്കുക. കാരണം നിങ്ങൾ ചെയ്തിരിക്കുന്ന കാര്യം ഏഞ്ചൽസിനെ പോലും അവർക്ക് പോലും അത് വിഷമമാക്കിയിട്ടുണ്ട്. അവർ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി വന്ന് ഇൻഡയറക്റ്റ്ലി ഒക്കെ അവർ നിങ്ങൾക്ക് ഹിൻഡ് തന്നിട്ട് നിങ്ങളതൊന്നും കേൾക്കാഞ്ഞത് കൊണ്ടാണ്. ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഇപ്പോൾ റീഡിങ് എടുത്തപ്പം പോലും അവരവിടെ നിങ്ങളെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ഇപ്പം നിങ്ങൾ എന്തിനറിയാൻ വന്നു എന്നാണ് ഏഞ്ചൽസ് പോലും ചോദിക്കുന്നത്. സോ ഏഞ്ചൽസിന് നിങ്ങളോട് ദേഷ്യം കാര്യങ്ങളൊന്നും തന്നെയില്ല. ഒരിക്കലും ഏഞ്ചൽസിന് അങ്ങനത്തെ ഒരു നിങ്ങൾക്ക് തോന്നരുത്. പക്ഷെ അവർക്ക് വിഷമമാണ് നിങ്ങളുടെ ഈ ഒരു അനുഭവിക്കുന്ന സിറ്റുവേഷൻ, ഈ ഒരു പെയിനിലൂടെ കടന്നു പോകുമെന്നറിഞ്ഞ സമയത്ത് പലരുടെ അവർ നിങ്ങളെ എല്ലാ മെസ്സേജസും തരാൻ ആഗ്രഹിച്ചിട്ട് നിങ്ങളതൊന്നും പരിഗണിക്കാൻ നിന്നത് കൊണ്ട് അവർക്ക് സത്യം പറഞ്ഞ സിറ്റുവേഷനിൽ നിങ്ങളെ ഹെൽപ്ലെസ് ആവേ പോയിന്റ് വന്നു. കാരണം നിങ്ങളായിട്ട് വരുത്തി വെച്ചതാണ് ഈ ഒരു സിറ്റുവേഷൻ. ആ ലൈഫിലേക്ക് ആ വ്യക്തിയെ ഒരു നിർത്തേണ്ട പ്ലേസിൽ നിർത്താതെ ബൗണ്ടറി ഇട്ട് വെക്കാതെ നിങ്ങൾ ചെയ്തൊരു തെറ്റ്, ആ ഒരു തെറ്റിന് നിങ്ങളിപ്പോൾ അനുഭവിക്കുകയാണ്. നിങ്ങൾ മറ്റെല്ലാവരെയും ഇപ്പം കുറ്റം പറയുന്നുണ്ട്. ഈ ഒരു വ്യക്തി കൊണ്ട് തന്ന യൂണിവേഴ്സിനെയും ഏഞ്ചൽസിനെയും ഓക്കെ എല്ലാം നിങ്ങൾ കുറ്റം പറയുന്നുണ്ട്. സോ ഫൈനലായിട്ട് ഏഞ്ചൽസ് തന്നിരിക്കുന്ന ഒരു മെസ്സേജ് എന്ന് പറയുന്നത് ലുക്ക് ഫോർ എ സൈൻ എന്ന മെസ്സേജാണ്. സോ ഇതിനകത്ത് നിങ്ങൾ ഈ ഒരു വ്യക്തിയുമായിട്ട് രണ്ട് രീതിയിലുള്ള ഡിസിഷൻ എടുക്കാം. ഒന്നെങ്കിൽ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ നിന്ന് നിങ്ങൾക്ക് എന്നേക്കുമായി ലെറ്റ് ഗോ ചെയ്യാം. സോ അതേപോലെ തന്നെ ഈ വ്യക്തിയുടെ റിലേഷൻ നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോയി ഇനിയും നിങ്ങൾക്ക് വളരെ ഹാർഡായിട്ടുള്ള സിറ്റുവേഷനിൽ പോകും. പെയിൻഫുൾ സിറ്റുവേഷൻ അല്ലെന്നല്ല ഞാൻ പറയുന്നത്, അതിലും കൂടുതലായിട്ടുള്ള നിങ്ങൾക്ക് പലതും നിങ്ങളുടെ നഷ്ടപ്പെടും. നിങ്ങളുടെ പൈസയായിരിക്കാം, നിങ്ങളുടെ സമയമായിരിക്കും, അതേപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ, നിങ്ങളുടെ പഠിത്തം, നിങ്ങളുടെ ജോലി, മറ്റുള്ളവർക്ക് നിന്നുള്ള നിങ്ങളുടെ സെൽഫ് റെസ്പെക്റ്റ് കാര്യങ്ങൾ, അങ്ങനെ എല്ലാം ഈ വ്യക്തിക്ക് വേണ്ടി നിങ്ങൾ കളയേണ്ടി വരും. മനസ്സിലായോ? സോ അതിനൊക്കെ നിങ്ങൾ തയ്യാറാണെങ്കിൽ ഈ വ്യക്തിയായിട്ട് നിങ്ങൾ പൊക്കോ. ഈ വ്യക്തിയായിട്ട് എന്ത് കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ പൊക്കോ. പക്ഷേ ഈ വ്യക്തിയായിട്ട് ഇനി നിങ്ങൾ കാണുന്ന സമയത്ത് ഏഞ്ചൽസ് നിങ്ങൾക്ക് ഇനിയും ഫൈനലായിട്ടൊരു സൈൻ നിങ്ങൾക്ക് തരും. ഫൈനൽ സൈനാണിത്. ഇനി നിങ്ങളൊരു സൈൻ പ്രതീക്ഷിക്കരുത്. അവരവസാനമായിട്ട് നിങ്ങൾക്ക് ഒരു സൈനും കൂടെ തരും. സോ അത് ആ സൈൻ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ വൈറ്റ് ബട്ടർഫ്ലൈസ് ആയിരിക്കാം, റെയിൻബോസ് ആയിരിക്കാം. സോ നിങ്ങൾ എപ്പോഴും ആ വ്യക്തി മീറ്റ് ചെയ്യുന്ന ടൈം ഉണ്ടെങ്കിൽ, മീറ്റ് ചെയ്യുന്ന സമയത്ത് ഇത് കണക്ക് എന്തെങ്കിലും സൈനോ കാര്യങ്ങളോ എന്തെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു പരിഗണിക്കുക. ആ വ്യക്തി നിങ്ങൾക്ക് റൈറ്റ് ആയിട്ടുള്ള പേഴ്സണല്ല, നിങ്ങളുടെ ലൈഫിനെ മൊത്തത്തിൽ റിവേഴ്സ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ലൈഫിൽ നടക്കത്തുള്ളൂ. നിങ്ങൾക്കിപ്പം എക്സാം പാസ്സാവില്ല, ജോലി കിട്ടില്ല, നിങ്ങളാകെ കഷ്ടപ്പാട്, എല്ലാ രീതിയിലും അത്രയ്ക്ക് നെഗറ്റീവേഷനായിട്ടൊരു വ്യക്തിയാണ് നിങ്ങൾ ലൈഫിൽ നിങ്ങളിപ്പം ഹാൻഡിൽ ചെയ്ത് വെച്ചിരിക്കുന്നത്. ആ വ്യക്തി തൽക്കാലം ഒരു ബ്രേക്ക് എടുത്ത് മാറി നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഉറപ്പായിട്ടും തിരിച്ചു വരും. കാരണം ആ വ്യക്തിക്ക് നിങ്ങളെ കൊണ്ട് ആവശ്യമുണ്ട്. ആ വ്യക്തിക്ക് ആവശ്യമുള്ളത് കൊണ്ടാണ് ആ വ്യക്തി വീണ്ടും നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി പോകുന്നത്. സോ അങ്ങനെ തിരിച്ചു വരാൻ വേണ്ടി അവർ പോകുന്നത് കൊണ്ട് നിങ്ങൾ രണ്ട് കൈ നീട്ടി സ്വീകരിക്കണോ വേണ്ടോ, എന്ത് കാര്യം നിങ്ങൾ ചെയ്യണോ സ്വയമേ ആലോചിക്കുക. പിന്നീട് ആർക്കെങ്കിലും തന്നെ പേഴ്സണൽ റീഡിങ്ങോ മറ്റു കാര്യങ്ങളോ ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് വന്ന് കോൺടാക്റ്റ് ചെയ്യുക. എനിക്ക് ഇൻസ്റ്റയിലോ വാട്സപ്പിലോ മെസ്സേജ് ചെയ്യുക. ഞാൻ എല്ലാ ഡീറ്റെയിൽസും ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വന്ന് മെസ്സേജ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് വന്ന് എന്നോട് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കാം. നമുക്ക് ബാക്കി റീഡിങ്സും കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കാം. ഇത് ജനറൽ റീഡിങ് മാത്രമാണ്, പേഴ്സണൽ റീഡിങ് അല്ല. സോ നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് നിങ്ങൾ കണക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഈ വീഡിയോ ചെയ്യുന്നില്ലെന്നുണ്ടെങ്കിൽ എടുക്കാതിരിക്കുമോ. പിന്നെ പേഴ്സണൽ റീഡിങ് ആവശ്യമുള്ളവർ എൻ്റെ വാട്സപ്പിൽ എന്നെ കോൺടാക്റ്റ് ചെയ്താൽ മതി. നിങ്ങൾ എപ്പോൾ മെസ്സേജ് അയച്ചാലും ഞാൻ ആ സമയത്ത് ഞാൻ ഫ്രീ ആണെന്നെങ്കിൽ റിപ്ലൈ ചെയ്തിരിക്കും. നിങ്ങൾക്ക് ഒരുപാട് ടൈമൊന്നും ലേറ്റ് ആവത്തൊന്നുമില്ല, റിപ്ലൈ കിട്ടാനും വേണ്ടിയിട്ട് ലേറ്റ് ആവത്തൊന്നുമില്ല. നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ആണോ എന്നോട് ചോദിക്കാം. എല്ലാ ഇൻഫർമേഷൻസും കാര്യങ്ങളും ഞാൻ തരും. അതിനൊന്നും യാതൊരു പ്രശ്നവും ഇല്ല. ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ ചെയ്യാതിരിക്കുകയും നിങ്ങൾ ചോദിക്കുന്ന ഡൗട്ട്സ് അല്ലെങ്കിൽ മാം ഇങ്ങനെയൊക്കെയാണ് പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ ശേഷം എൻ്റെ റീഡിങ് എടുത്ത ശേഷം മാത്രം നിങ്ങളുടെ വിഷമങ്ങളും കാര്യങ്ങളൊന്നും പറയണമെന്ന് ഞാൻ പറയില്ല. അതിന് മുന്നേ നിങ്ങൾക്ക് പറയണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പറയാം കേട്ടോ. അതിലൊന്നും യാതൊരു വിഷയവും ഇല്ല. ഞാൻ അങ്ങനത്തെ പ്രത്യേകിച്ച് നിബന്ധനകളോ റൂൾസ് ആൻഡ് റെഗുലേഷൻസോ ഒന്നും വെക്കാറൊന്നുമില്ല.
റീഡിങ് കൊടുക്കുന്ന മാത്രം പേയ്മെൻറ്റ് ചെയ്ത ശേഷം മാത്രമേ റീഡിങ് കൊടുക്കാറുള്ളൂ. ആ ഒരു കാര്യം മാത്രമേ ചെയ്യാറുള്ളൂ. ബാക്കി ഒന്നിനും തന്നെ ഒരു റൂൾസും കാര്യങ്ങളൊന്നും എൻ്റെ കാര്യത്തിൽ. നിങ്ങൾക്ക് എന്ത് വോയിസ് മെസ്സേജോ ടെക്സ്റ്റ് മെസ്സേജോ എത്ര മെസ്സേജോ എന്ത് വേണമെങ്കിലും അയക്കാം, യാതൊരു പ്രശ്നവുമില്ല. എൻ്റെ റീഡിങ് എടുത്ത ശേഷം നിങ്ങൾക്ക് എൻ്റെ ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും ഞാൻ അവിടെ അവൈലബിൾ ആയിരിക്കും. അതിലൊന്നും യാതൊരു പ്രശ്നവുമില്ല. സോ ഇത്രയാണ് ഇന്നത്തെ റീഡിങ് ഉള്ളത്. സോ എനിക്ക് നിങ്ങളുടെ സിറ്റുവേഷൻ ഓർത്ത് വളരെയധികം വിഷമമുണ്ട്. കാരണം വളരെയധികം വിഷമമുണ്ട്. ഈ റീഡിങ് കണ്ടൊരു മസ്റ്റായിട്ടൊരു പേഴ്സണൽ റീഡിങ് എടുക്കുന്ന മസ്റ്റായിരിക്കും. അത് എൻ്റെ അടുത്ത് നിന്ന് എടുക്കണമെന്ന് തന്നെ ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് അടുത്ത് എടുക്കണമെന്നോ നിങ്ങൾക്കായിട്ട് ആഗ്രഹം തോന്നുന്നത് പറയുക. കാരണം ഏഞ്ചൽസ് പോലും നിങ്ങളെ കൈവിട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ ഉള്ളത്. സോ ഇനി നിങ്ങളെ ഒന്ന് ഹെൽപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് ലൈഫിലേക്ക് ചേഞ്ച് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ മാത്രമേ ഒരു കാര്യത്തിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. സോ അതാണ് മെയിനായിട്ടുള്ള കാര്യമെന്ന് പറയുന്നത്. സോ ഇന്നത്തെ റീഡിങ് ഞാൻ ഇവിടെ എൻഡാക്കുവാണ്. എൻ്റെ വീഡിയോ ഒന്ന് കണ്ട് എല്ലാവരുടെയും കാര്യങ്ങൾക്കൊരു സൊല്യൂഷൻ കിട്ടട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ ബാക്കി ക്ലയൻസിന് വേണ്ടി സ്പെല്ല് ചെയ്യുന്ന സമയത്ത് ഇവിടെ കമൻറ്റ് ബോക്സിൽ പലരുടെയും പേര് മെൻഷൻ ചെയ്തിടാറുണ്ട്. സോ ആ മെൻഷൻ ചെയ്ത് ഇടുന്നവരുടെ പേരിലൊക്കെ തന്നെ ഞാൻ അവർക്ക് വേണ്ടി ആ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താറുണ്ട്. നിങ്ങളുടെ ഓരോരുത്തരുടെയും കപ്പിൾസിൻ്റെ പേരായിക്കോട്ടെ, നിങ്ങളുടെ പാർട്ട്ണറിൻ്റെ പേരായിക്കോട്ടെ, നിങ്ങളുടെ പേരായിക്കോട്ടെ, നിങ്ങളുടെ വിഷമങ്ങളൊക്കെ പറഞ്ഞ് കമൻറ്റ് ബോക്സിൽ ഇടുന്നവരുടെ എല്ലാവരുടെയും കമൻറ്റ് ഞാൻ റിപ്ലൈ ചെയ്യാറുണ്ട്. എല്ലാവരുടെയും കമൻറ്റ് ഞാൻ സ്പെല്ല് ചെയ്യുന്ന സമയത്ത് അഡീഷണലായിട്ട് എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. നിങ്ങളുടെ ഓരോ ആഗ്രഹങ്ങളും സാധിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. സോ ഇതാണ് ഇന്നത്തെ റീഡിംഗ് എന്ന് പറയുന്നത്. എന്തായാലും ഈ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. ഓക്കെ, താങ്ക് യു.